ഹായ് കൂട്ടുകാരി, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു ചാനലിൽ എൻ്റെ പുതിയ വ്ളോഗാണ്, ഫസ്റ്റത്തെ വ്ളോഗാണ്. എൻ്റെ ഈ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്നൊരു ടൈമാണ്. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് മുൻപൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് വന്നൊരു മിസ്റ്റേക്കിൽ സംഭവിച്ചതാണ്. അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഫോണിൽ വൈപ്പ് ഡാറ്റ കൊടുത്തു, മെയിൽ ഐ ഡി പോയി, എനിക്ക് പാസ്വേഡ് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ചാനൽ പോയിട്ടുണ്ട്. ആ പഴയ ചാനലിൻ്റെ പേര് മുബഷിറ വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ അതിൽ 1K എബോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. 1K എബോ പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾക്ക് അതത്ര ചെറിയ കാര്യമല്ല. 2K ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്, അതങ്ങനെ പോയി. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങി. അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റു, ചായ വെച്ചു. പിന്നെ മോൻക്ക് ഫുഡ് കൊണ്ടുപോകേണ്ട ദിവസമായതുകൊണ്ട് ഞാൻ വേഗം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൽ ചായ വയ്ക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചൊരു ടൈം ഒന്ന് തിളപ്പിക്കും, വേണം, നല്ല കടുപ്പം വേണം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ അതിന് പൊടി ഒന്ന് നനച്ച് വെക്കണം. ഞാൻ കുറച്ച് ടൈം വയ്ക്കും, എങ്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഇത് ഞാൻ അധികം യൂസ് ചെയ്ത് വീട്ടിൽ അങ്ങനെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന പൊടി കൊണ്ടാണ്. അപ്പോൾ പൊടി കഴിഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ പാക്കറ്റ് പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ. അപ്പോൾ അജ്മീയുടെ പുട്ടുപൊടിയാണ്, അത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ചാനൽ പോയിട്ട് ഭയങ്കര സങ്കടമായോ ചോദിച്ചാൽ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ അതിന് മുന്നേ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് അത് വിജയിക്കാണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഇതുകൊണ്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. അപ്പോഴും കുറേ കളിയാക്കലും കുറേ കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ടിട്ടുണ്ട്. അവൾ വലിയ യൂട്യൂബർ, അവൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, അങ്ങനെ കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ആ ഒരു കളിയാക്കലും കുറ്റപ്പെടുത്തലും കേട്ടിട്ട് പോലും എനിക്ക് അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അതിലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും ഞാൻ ആരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലായിരുന്നു. എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസ് ആണെങ്കിലും അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തവരായിരുന്നു. അപ്പോൾ അത് പോയപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പോൾ നമുക്ക് പുട്ടിനുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. ഇവിടെ കുറച്ച് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. കാരണം ഞാനും മോനും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് തേങ്ങ മാത്രം മതി. രാവിലെ അധികം ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളവർ. അപ്പോൾ പിന്നെ അത്ര ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറിന് വെച്ച വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചോറ് പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഞാനിത് റൈസ് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കും. ഒരു മണിക്കൂറോളം ഇത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ മോൻക്ക് പോകാനാവുമ്പോഴത്തേനും അത് നല്ല വെന്തിട്ടുണ്ടാവും ചോറ്. ഇനി ചോറിൻ്റെ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട, അതവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, പുട്ട് നല്ല വെള്ളം ചേർത്തിട്ട് ഞാനിങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയിട്ടുണ്ടാകും ഇത്രയും വെള്ളം അധികം ആയിട്ടുണ്ട് അതിലെന്ന്. പക്ഷേ ഒരിക്കലുമില്ല, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പൊടി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാവും. കറിയില്ലാതെ തന്നെ പുട്ട് കഴിക്കാവുന്നതാണ്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. പിന്നെ ഇവിടെ ഇക്കാക്ക് അങ്ങനെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മോൻക്ക് ഇടയ്ക്ക് കറി വേണമെന്ന് പറയും. അവൻ ഓരോ സമയത്ത് ഓരോ വാശിയാണ്. ഇന്ന് എണീറ്റാലേ അറിയുള്ളൂ ഇന്നത്തെ വാശി എന്തിനുള്ളതാണെന്ന്. അപ്പോൾ ഇന്ന് മദ്രസ ഇല്ല, വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര മടിയില്ല, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആളാണ്. പക്ഷേ ഈ ഒരു ചാനലിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം എനിക്ക് ആ ചാനൽ പോയപ്പോൾ ഭയങ്കര സങ്കടമായി. എല്ലാവരും പറയും ഈ സമയമല്ലേ അത് കടന്നു പോകും, അല്ലെങ്കിൽ ആ ചാനൽ പോയാൽ എന്താ, നിനക്ക് പുതിയ ചാനൽ ഉണ്ടാക്കാമല്ലോ, പിന്നെ ഒരു യൂട്യൂബ് ചാനലിലാണോ നിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഇരിക്കുന്നത് എന്ന് വരെ ചോദിച്ചവരുണ്ട്. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അത്ര അറിയാനിട്ടാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫീലിങ്സിനെ കുറിച്ചിട്ട് അവരത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനിട്ടാണെന്ന് വിചാരിക്കും. കാരണം ഓരോരുത്തരുടെ ലൈഫിലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അവർ
അത്രയും ഇതാക്കി കളയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും, അവരുടെ സന്തോഷങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അത് അവർക്കേ മനസ്സിലാവുള്ളൂ. പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് അത് ചെറിയ കാര്യമായിട്ടേ തോന്നുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. കാരണം പുറത്ത് ഒരു യൂട്യൂബിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആൾ, അല്ലെങ്കിൽ യൂട്യൂബിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ അവരുടേതായ സന്തോഷങ്ങൾ വേറെ കാര്യങ്ങൾ കണ്ടെത്തുന്നവർ, അവർക്കൊന്നും ഇതിൻ്റെ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓരോരുത്തർക്കും അവരുടേതായ സന്തോഷങ്ങളും സങ്കടങ്ങളും വലുതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഈ ഒരു സങ്കടങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാനും വാശി പിടിക്കില്ല. അതൊക്കെ അവരുടേതായ ചോയ്സാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തന്നെ ഇത് ആവി കയറും. അപ്പോൾ നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാസറോളിലോട്ട് മാറ്റാം. പുട്ട് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് അത് വെന്തപ്പോൾ തന്നെ കാസറോളിലോട്ട് മാറ്റി, അങ്ങനെ ചൂടോടുകൂടി തന്നെ കാസറോളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈം കഴിഞ്ഞിട്ടാണോ അത് കഴിക്കണമെങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതാവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് കണ്ട് ആരും ഞെട്ടണ്ട. എൻ്റെ പുട്ടിൻ്റെ ബാക്കിൽ കുത്തുന്ന ഒരു കമ്പി പോലെ, നമ്മുടെ പപ്പടം പൊരിച്ചെടുക്കുമ്പോഴുള്ള അങ്ങനത്തെ ഒരു കമ്പി പോലെ ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ താത്താൻ്റെ മക്കളും എല്ലാവരും വന്നപ്പോൾ അവർ കളിക്കാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ കുറേ തപ്പി നോക്കി. ഇനി എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുറച്ച് പൊടിയും കൂടി ഉണ്ട്, അതും കൂടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പീസ് എന്നുള്ള കണക്കിലാണ്, അങ്ങനെ കണക്കാക്കിയതൊന്നുമില്ല, അതേ കഴിക്കൂ. പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ആക്കേണ്ടത് വെച്ചാൽ ഞാൻ കുറേ ഉണ്ടാക്കാറുമില്ല. കാരണം അത്രേ അവർ കഴിക്കുമെന്ന് എനിക്കും അറിയാം. അവരത്രേ കഴിക്കുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാക്കി പിന്നെ അത് വേസ്റ്റ് ആവേണ്ടി വരും. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് വേസ്റ്റ് ആക്കാൻ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇത് തന്നെ അവർ ചിലപ്പോൾ ബാക്കിയാക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പൊടി കൂടി വെച്ചിട്ട് ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇടുന്ന പൊടി അതിൽ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല, പകുതി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങ ഫുള്ള് ചിരവിയത് ബാക്കിയുള്ളത് കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോൻക്ക് തേങ്ങ പുട്ടിൽ ഇഷ്ടമല്ല, അവനത് മാറ്റി വെച്ചിട്ടാണ് കഴിക്കുക. പക്ഷേ ഇക്കാക്കും എനിക്കും ഇഷ്ടമാണ് തേങ്ങ പുട്ടിൻ്റെ കൂടെ. കുറച്ച് പഞ്ചസാരയിൽ ഈ കറിയാണെങ്കിലും തേങ്ങ ഉള്ളത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അടുത്തതും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അധികവും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും അപ്പോൾ ഉള്ള പാത്രങ്ങൾ വേഗം കഴുകിയേക്കാൻ നോക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ധൃതിയിലാണെങ്കിലൊക്കെ ഉള്ളൂ അത് പറ്റാതെ ഇരിക്കൽ. രാവിലെ മോൻക്ക് പോകാൻ വഴുകി അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും ഉള്ളൂ അത് ചെയ്യാതിരിക്കൽ. കാരണം അതപ്പം കഴുകി വെച്ചാൽ അത് കഴിയും. പിന്നെ അതവിടെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ കിടന്ന് കുറേ പാത്രങ്ങളാവും. അപ്പോൾ ഞാനത് പെട്ടെന്ന് കഴുകി വെക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ പാത്രങ്ങൾ കുറച്ച് തന്നെ ഉള്ളൂ. ഇനി മോൻക്ക് ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ എനിക്ക് ക്ലാസ്സിൽ പോകണം. ഞാനിവിടെ നമ്മുടെ മണ്ണാർക്കാട് IPA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കൗണ്ടിങ്ങിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്. രാവിലെയാണ് ക്ലാസ്. രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ട്. ഈവനിങ് വരെ ഉണ്ട്, വേണമെങ്കിൽ ഈവനിങ് വരെ ഇരിക്കാം. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ പോരും. അപ്പോൾ വേഗം പണികൾ ഒരുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രങ്ങൾ കഴുകി വെച്ചപ്പോഴേക്കും നമ്മൾ പിന്നീട് വെച്ചിട്ടുള്ള ആ ഒരു കുറച്ച് പൊടി കൊണ്ട് ഇട്ടിട്ടുള്ള പുട്ടില്ലേ, അത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സിമ്പിളായൊരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് പുട്ടും പിന്നെ ദോശ ഇഡ്ഡലിയാണ്. കാരണം ദോശ ഇഡ്ഡലിക്ക് തലേ ദിവസമേ ഉള്ളൂ പണികൾ, പിറ്റേ ദിവസം അത് എടുത്തും കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അധികം അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇവിടെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഇതാണ്. നൂൽപുട്ടൊന്നും ഇവിടെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ മോനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അവൻ എണീറ്റിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ടൈം ഉറങ്ങാൻ കിട്ടുന്ന ദിവസമാണ്. അപ്പം ഞാനും അങ്ങനെ കുറച്ച് നേരം കിടന്നോട്ട് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. പക്ഷേ സമയമായത് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കയറി അവനെ ലഞ്ചിന് കൊടുത്തയക്കാനുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പൊട്ടറ്റോ കൊണ്ട് ഫ്രൈ ചെയ്താണ് കൊടുത്തയക്കുന്നത്. അവനിങ്ങനെ അധികം ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല, പക്ഷേ പച്ചടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ ഉപ്പേരികൾ ഉണ്ടാക്കില്ലേ, അത് വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കഴുകിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ നീളത്തിൽ അരിയുന്നുണ്ട്. ചില ദിവസം ആകുമ്പോൾ എനിക്ക് റൗണ്ടിൽ അരിഞ്ഞാൽ മതി, ചില ദിവസം പറയും എനിക്ക് നീളത്തിൽ മതിയെന്ന്. അവന് സോയാബീൻ അതേപോലെ ഈ പൊട്ടറ്റോ അങ്ങനെ ഫ്രൈ ചെയ്തത്, പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ചോറിന് കൂട്ടാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ റൈസ് ഉണ്ടാക്കില്ല, ഫ്രൈഡ് റൈസ് അതേപോലെ മന്തി റൈസ് അങ്ങനെ എന്തെങ്കിലും റൈസാണ് ആക്കി കൊടുക്കാമല്ലോ, ടൊമാറ്റോ റൈസ്, അതൊക്കെ അവനക്ക് ഇഷ്ടമാണ്. അപ്പോൾ
അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കൊടുത്തയക്കാത്ത ഇപ്പോൾ 2 ദിവസമായിട്ട് അത് കൊടുത്തയച്ചില്ല. കാരണം ഞാൻ ബസ്മതി അരിയിലാണ് അത് ഉണ്ടാക്കാറ്. അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എണീറ്റും അവന് പല്ലൊക്കെ തേച്ച് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അവനക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം കറി വേണമെന്ന് പറയും. അപ്പോൾ തലേദിവസം ബീഫ് കറി ഉണ്ടായിരുന്നു. അവൻ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവനക്കിന്ന് കറി വേണ്ട, വെറും പുട്ടും ചായയും മതി പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ രാവിലെ കുറേയൊക്കെ അവൻ്റെ വാശിക്ക് വിട്ടു കൊടുക്കും. കാരണം പിന്നെ ചിലപ്പോൾ കരയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോക്കായിരിക്കും. അപ്പം ഞാൻ വല്ലാതെ രാവിലെ വാശിക്ക് നിന്ന് കൊടുത്ത് വല്ലാതെ വാശി പിടിപ്പിക്കാറില്ല. അപ്പോൾ ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാണ്. നല്ല മസാല ഇട്ടിട്ട് പൊരിക്കുന്നതാണ് അവനിഷ്ടം. പിന്നെ അതുപോലെ നല്ല ക്രിസ്പി ആവുന്നതും അവനക്കിഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വെന്ത് വരുന്ന ആ ഒരു ടൈപ്പാണ് അവനക്കിഷ്ടം. അതാകുമ്പോൾ ചോറിന് കൂട്ടി കഴിക്കാനും നല്ലതാണല്ലോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടോ നോക്കേണ്ടത്. റൈസ് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു മണിക്കൂറൊക്കെയാണ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുള്ളത്. അപ്പോൾ ചോറ് അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം. ഞാനിങ്ങനെ വെള്ളം ഊറ്റിയെടുക്കല്ല, വെള്ളം അരി വാർത്തെടുക്കാറാണ്. അപ്പോൾ ചോറ് വെള്ളമൊക്കെ കളഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി അവനക്ക് ചോറാക്കി കൊടുക്കണം. ആദ്യമൊക്കെ ഞാൻ അവന് എണ്ണയും ഉപ്പും ആക്കിയിരുന്നു ചോറിൽ. പിന്നെ അവനക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാതായപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അച്ചാർ വെച്ച് കൊടുക്കാറുണ്ട് ചോറിൽ. ഇന്ന് അതും മറന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു തിരക്കിൽ. അപ്പോൾ പിന്നെ അതും ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു സാറിനോട്. അപ്പോൾ മതി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ബാച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ക്ലീനിങ് ഒക്കെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. സലാമൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ട് അവൻ പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ശീലം അവൻ സ്കൂളിൽ പോകുന്ന മുതലേ ശീലിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഉമ്മയും തന്ന് സലാം പറഞ്ഞിട്ടാണ് അവൻ പോവുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാനിപ്പോൾ രാവിലെ ഭയങ്കര ഓട്ടത്തിലായിരിക്കും. ക്ലീനിങ് ഒക്കെ കഴിക്കണം. ഇന്ന് മോന് പോയിട്ട് ക്ലീൻ ചെയ്യാമല്ലോ, വീടൊക്കെ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടൈമുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് ഒരു ഓട്ടപ്രദക്ഷിണം പറയാം, ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാം. എനിക്കങ്ങനെ ആ ചാനൽ പോയതുകൊണ്ട് ഈ ഒരു ചാനലെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ പിന്നെ അവൻ പോയി. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുള്ള പാത്രങ്ങൾ, പിന്നെ അവനക്ക് പൊട്ടറ്റോ പൊരിച്ചതിൻ്റെ ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനി എനിക്ക് വീട് ക്ലീൻ ചെയ്യാനാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലക്കണം, കുളിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഇക്കയും വരില്ല, മോനും വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ ബീഫ് കറി കുറച്ചുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു വീഡിയോ പറഞ്ഞിട്ട് 13 മിനിറ്റോളം ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഞാൻ ജസ്റ്റ് ഒന്ന് സിങ്കൊന്ന് കഴുകുന്നുണ്ട്. ഇനി ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 3 ആളുകളിൽ 3 ഞങ്ങളെ കൂടാതെ ഇവിടെ 3 പേരും കൂടി ഞങ്ങളെ വീട്ടിലുണ്ട്. അത് ഇവരാണ്. 4 പേരുണ്ടായിരുന്നു. ഒരാൾ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരാളെ കാണാനില്ല. എങ്ങനെയാണ് പോയി എന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.